എന്തിനടേ ഇത് നിന്റെ കവാലം പുളക്കി ഒരെണ്ണം തന്നാലുണ്ടല്ലേ ഒരു മത്സരത്തിൽ ആദ്യം എത്താൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. അതിനാണടേ നിന്റെ ഈ പൊളപ്പ്. അല്ലെങ്കിൽ തന്നെ തോന കാലം എഴിഞ്ഞു നീങ്ങണ ഒരുത്തൻ കാരണം പഴി കേൾക്കുകയല്ലേ ഞാൻ. എത്ര നാളുകളായത് മുയലിനെ തോൽപ്പിച്ച ആമ എത്ര. ഞാൻ സ്വല്പം ഉറങ്ങിപ്പോയതാണോടേ ഇപ്പൊ കുഴപ്പം. ഉറക്കം വന്നാൽ ഉറങ്ങും, അതിന് ഇങ്ങനെ കളിയാക്കണോടേ. വർഷം കുറേയായി ഞാനിത് സഹിക്കണം. ഇവിടെ എന്നെ ഇങ്ങനെ നിർത്തിയപ്പോഴാണ് ഒരു സന്തോഷം. അപ്പോഴും താഴെ നിന്ന് ഫോട്ടോകൾ എടുക്കാൻ പറഞ്ഞവർ പോലും പറയണ യവൻ തോറ്റുപോയ ലെവനല്ലേ എന്ന്. എന്തിനടേ ഇത്, ഈ നാടിനൊരു മാറ്റമില്ലല്ലേ. മറ്റേ ലെവനില്ലേ പതിയെ പോയി എന്നെ പറ്റിച്ച് ജയിച്ചവൻ, അവനെ എന്നേലും എൻ്റെ കൈ കിട്ടും. ആ ബഹുമാനമെങ്കിലും എന്നോടൊന്ന് കാണിച്ചൂടെ. എന്തായാലും വന്ന് അതെ ചെല്ലക്കിളി ചുമ്മാ എൻ്റെ ചുറ്റും നിന്ന് കറങ്ങി ഫോട്ടോകളും മറ്റും എടുത്ത് സമയം കളയാതെ പോയി സ്വർണ്ണ മെഡലുകളൊക്കെ തൂക്കി വരിയുന്നു. പിന്നെ സ്വർണ്ണവും മെഡലുകളൊന്നും കിട്ടിയില്ലെങ്കിലും അപ്പികൾ സങ്കടപ്പെടണ്ട കേട്ടാ. ഞാൻ അനുഭവിച്ചു, അതുകൊണ്ട് പറയുക അറിഞ്ഞങ്ങ് പോരാടേ. എന്നെ പോലെ മുയൽ ഉറങ്ങിപ്പോയി എന്ന് പറയിപ്പിക്കല്ലേടേ അപ്പി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ, ഓട്ടത്തിൽ തോറ്റ എന്നെ എന്തിനടേ ഇങ്ങനെ ഇവിടെ എടുത്തു നിർത്തുന്നതെന്ന്. അന്ന് കേട്ടില്ല ലവന്മാര്. ഇപ്പോൾ എന്ത് പറ്റി? വരുന്നവനും പോകുന്നവനും ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. എന്തോ എന്തരടേ ഇത് ഏത് ഭാഷയെന്നാ? നമ്മുടെ തിരുവനന്തപുരത്ത് കായികമേള നടക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയണടേ? എന്തരോ ആവട്ടെ. അപ്പോൾ ശരിയടേ, ഇത് തന്നെയാ അമൃത ന്യൂസിലെ സനിൽകുമാറും സുനിൽകുമാറും പിന്നെ മറ്റേ ലെവൻ ഉണ്ടല്ലോ, ആ ചവാലക്കുറ്റി അടിച്ച് വിളിക്കേണ്ടവൻ, അവൻ തന്നെ അജയ്നാഥ്. ഇവർ മൂന്നും ചേർന്ന് നടത്തിയ പരിപാടിയാണ് കേട്ടാ. എന്തായാലും അവരുടെ കൂടെ ഞാനും കൂടുപാടി. ലെവന്മാർ എന്നോട് കാണിച്ചത് ശരിയായില്ലേലും അമൃത ന്യൂസിന് വേണ്ടി തിരുവനന്തപുരത്തുനിന്നും നിങ്ങളുടെ സ്വന്തം തങ്കുവടി. അപ്പോൾ ശരിയടേ, കായികമേളയിലെത്തിയ എല്ലാവർക്കും ആശംസകളും മറ്റും ഉണ്ട് കേട്ടാ.